السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമിഅൽ ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. ബാബു തർഹീബി മിൻ മസാവിഇൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ നിന്നും നാം അകന്ന് നിൽക്കണം എന്ന് നമ്മെ താക്കീത് ചെയ്യുന്ന ഹദീസുകളുള്ള അധ്യായമാണ് നമ്മൾ വായിച്ചു വരുന്നത്. അടുത്ത ഹദീസ് വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് قال رسول الله صلى الله عليه وسلم قال الشؤم سوء الخلق أخرجه أحمد وفي إسناده ضعف. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ കാണാം, അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശുഉമു സൂഉൽ ഖുലുഖ്. ഈ ഹദീസിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൻ്റെ ഇഅ്റാബ് അഥവാ ഇതിൻ്റെ ഭാഷാപരമായ ഘടന അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അർത്ഥം വരിക എന്നുള്ളത്. ലാഹിറായ ബാഹ്യമായ അർത്ഥം അശ്ശുഉം എന്ന് പറഞ്ഞാൽ ലക്ഷണക്കേട് എന്നുള്ളത് സൂഉൽ ഖുലുഖാണ്, ദുസ്വഭാവമാണ്, മോശപ്പെട്ട സ്വഭാവമാണ് എന്നാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, മറിച്ച് അശ്ശുഉം എന്ന് പറയുന്ന ലക്ഷണക്കേട് എന്ന് പറയുന്ന വാക്ക് ഇതിലുള്ള രണ്ടാം ഭാഗത്തേക്ക് വരേണ്ട ഖബറാണ്, അഥവാ രണ്ടാമതായി വരേണ്ട കാര്യമാണ്. സൂഉൽ ഖുലുഖ് എന്ന് പറയുന്നതാണ് ഒന്നാമതായി അർത്ഥത്തിൽ വരേണ്ടത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം ദുസ്വഭാവം എന്നുള്ളത് ഒരു ലക്ഷണക്കേടാണ് എന്നായിരിക്കും ഇതിൻ്റെ അർത്ഥം. ദുസ്വഭാവം, ഒരാളിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് അതൊരു ലക്ഷണക്കേടാണ് എന്നാണ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എത്രയോ മനുഷ്യർ അവരുടെ ദുസ്വഭാവം കാരണത്താൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അവരുടെ മോശപ്പെട്ട വാക്ക് കാരണത്താൽ, അവരുടെ നാവ് ശരിയില്ല എന്ന കാരണത്താൽ, അവരുടെ ഇടപാടുകൾ ശരിയില്ല എന്ന കാരണത്താൽ ഒരുപാട് പരീക്ഷണങ്ങൾ സ്വയം വിളിച്ചു വരുത്തുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ദുസ്വഭാവം ആ നിലക്ക് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷണക്കേടായി തീരുകയാണ്. ഒരുപാട് അവർക്ക് പരീക്ഷണങ്ങൾ വന്നതിൻ്റെ കാരണം ഇവരുടെ മോശമായ ഇടപാടുകളും മോശമായ സംസാരങ്ങളും കാരണത്താലായിരിക്കും. നാട്ടുകാർ അവനെ വെറുത്തത്, വീട്ടുകാർ അവനെ വെറുത്തത്, കൂട്ടുകാർ അവനെ വെറുത്തത്, സ്വന്തം ഭാര്യ പോലും ഒരുപക്ഷെ ഒരാൾ വെറുത്തത് അവൻ്റെ ദുസ്വഭാവം കാരണത്താലായിരിക്കും. ആ നിലക്ക് നോക്കുകയാണ് എങ്കിൽ അവൻ്റെ ദുസ്വഭാവം എന്ന് പറയുന്നത് ഒരു ലക്ഷണക്കേടായിട്ട് തീരുന്ന ഒരു കാര്യമാണ്. ആ നിലക്കാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ അത്തഹ്ദീറു മിൻ സൂഇ അൽ ഖുലുഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നുള്ള താക്കീതാണ്. വ അന്നഹു ശുഉം, കാരണം അത് എന്താണ്, അതൊരു ലക്ഷണക്കേടാണ് എന്നാണ്. അപ്പോൾ ആ ലക്ഷണക്കേട് മാറാൻ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ഖൈറുണ്ടാകാൻ, നന്മയുണ്ടാകാൻ സഹോദരങ്ങളെ, നമുക്ക് ഹുസ്നുൽ ഖുലുഖ് ആവശ്യമാണ്, സ്വഭാവം ആവശ്യമാണ്. നമ്മുടെ ഇടപാടിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മൾ നല്ല രൂപത്തിലുള്ള സംസാര രീതി ശ്രദ്ധിച്ചാൽ, ആളുകളോട് പെരുമാറുമ്പോൾ നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാത്തിലും ഖൈറുകൾ വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് മനസ്സമാധാനമുണ്ടാകും, എവിടെ പോയാലും മനസ്സിനൊരു വിശാലത ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായങ്ങൾ അവൻ അനുഭവിച്ചറിയാൻ സാധിക്കും. നല്ല സ്വഭാവം സഹോദരങ്ങളെ, അതൊരുപാട് നമ്മളിലുള്ള കുറവുകളെ മറച്ചു പിടിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ചിലപ്പോൾ അയാളുടെ അമലുകളിൽ
പല കുറവുകൾ ഉണ്ടായേക്കാം. പക്ഷെ നല്ലൊരു സ്വഭാവം ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളോട് പെരുമാറുന്ന സമയത്ത് നല്ല സംസാരങ്ങൾ സംസാരിക്കുക, അതുപോലെ പരീക്ഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല ക്ഷമയോടുകൂടി അതിനെ നേരിടുക, ഇതെല്ലാം സൽസ്വഭാവത്തിൽ പെടുന്ന കാര്യമാണ്. ജനങ്ങളോട് പെരുമാറുന്ന ഘട്ടങ്ങളിലാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അവൻ്റെ പെരുമാറ്റമാകട്ടെ, അഥവാ അള്ളാഹുവിൻ്റെ വിധിയോട് അവൻ പൊറുതികേട് കാണിക്കാതെ അതിനെ ക്ഷമയോടുകൂടി നേരിടുന്ന ഘട്ടങ്ങളിലാകട്ടെ സൽസ്വഭാവത്തോടു കൂടി ഒരാൾ നിൽക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, തീർച്ചയായും ഒരുപാട് നന്മകൾ അവന് ലഭിക്കുന്ന കാര്യമാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഹദീസ്, عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن اللعانين لا يكونون شفعاء ولا شهداء يوم القيامة. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ലആനീൻ, തീർച്ചയായും ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നവർ, ജനങ്ങൾ എപ്പോഴും ശപിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, ലാ യകൂനൂന ശുഫആ, അവർ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ശുപാർശകരാക്കി ആദരിക്കുന്ന സമയത്ത് അവരെ ശുപാർശകരാക്കുകയില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഈ ദുനിയാവിൽ വെച്ച് ആളുകളെ ശപിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയില്ല. വലാ ശുഹദാ, അവർ സാക്ഷികളായി വരികയുമില്ല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരെ സാക്ഷികളാക്കി കൊണ്ടുവരികയുമില്ല. അവർക്ക് അതിനുള്ള അർഹതയില്ല. കാരണം അവർ ദുനിയാവിൽ എപ്പോഴും ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അഥവാ അവൻ്റെ നാവ് ശാപവാക്കിനാൽ അത് എപ്പോഴും നിറഞ്ഞു നിൽക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അത് ശപിക്കും. കാലത്തെ ശപിക്കും, മനുഷ്യരെ ശപിക്കും, ചുറ്റുമുള്ളവരൊക്കെ ശപിക്കും. എന്തിനേറെ ഒരു മുള്ളു നടക്കുന്നത് പോലും അവന് സഹിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ തറച്ചതിന് അതിനെയും ശപിക്കും. എന്തെല്ലാം ഉണ്ടോ നാശം, ശാപം, ആ രൂപത്തിൽ അതിനെ ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, അത് വളരെ വൻപാപമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഹദീസിൽ ഖിയാമത്ത് നാളിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ തടയപ്പെടുകയാണ്. അവരെ അള്ളാഹു ശുപാർശകരാക്കുന്നില്ല, അവരെ സാക്ഷികളാക്കുന്നില്ല. ഇത് വൻപാപമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ ഒന്ന്, അത്തഹദീറു മിൻ കസ്റത്തിൽ ലഅൻ, ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്, അത് താക്കീത് വന്നിട്ടുണ്ട്. രണ്ട്, അന്ന കസ്റത്തൽ ലഅനി മിൻ കബാഇരിദ് ദുനൂബ്, അധികം ശപിക്കുക എന്നുള്ളത് വൻപാപത്തിൽ പെടുന്ന കാര്യമാണ്. ശാപവാക്കുകൾ പറയുക എന്നുള്ളത് തന്നെ പാടില്ലാത്തതാണ്, പക്ഷെ അത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കാര്യമാണ്. മൂന്ന്, ഇസ്ബാത്തു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളുണ്ട് എന്നുള്ളത് ധാരാളക്കണക്കിന് ശരീഅത്തിന്റെ തെളിവുകളിൽ സ്ഥിരപ്പെടുന്നത് പോലെ ഈ ഹദീസിലും യൗമുൽ ഖിയാമയെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഖിയാമത്ത് നാളിന് യൗമുൽ ഖിയാമ എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്? ഇബ്നു ഉസൈമിൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, 3 രൂപത്തിൽ അതിന് യൗമുൽ ഖിയാമ എന്ന് വിളിക്കപ്പെടാം. ഒന്ന്, അന്നന്നാസ യഖൂമുന ഫീഹി മിൻ ഖുബൂരിഹിം ലിറബ്ബിൽ ആലമീൻ, ജനങ്ങൾ അവരുടെ ഖബറുകളിൽ നിന്നും റബ്ബിലേക്ക് നടന്നു നീങ്ങുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിൽ ജനങ്ങൾ റബ്ബുൽ ആലമീനായ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് എണീറ്റ് നിൽക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എണീറ്റ് അടുക്കുന്നവരായിരിക്കും. രണ്ടാമത്തത്, അന്നഹു തുഖാമു ഫീഹി അൽ അഷ്ഹാദ്, സാക്ഷികളെ ഹാജരാക്കുന്ന, സാക്ഷികൾ എഴുന്നേറ്റു രംഗത്ത് വരുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. ഇന്നാ ലനൻസുറു റുസുലനാ, തീർച്ചയായും നമ്മുടെ ദൂതന്മാരെ നാം സഹായിക്കും. വല്ലദീന ആമനു, അതുപോലെ അവരെ വിശ്വസിച്ച, അള്ളാഹുൽ വിശ്വസിച്ച ആളുകളെയും ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കും. വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ എഴുന്നേറ്റു രംഗത്ത് വരുന്ന ദിവസം എന്ന് അള്ളാഹു തആല ഖിയാമത്ത് നാളിനെ പറയുക. അപ്പോൾ സാക്ഷികൾ എഴുന്നേറ്റ് വരിക എന്ന അർത്ഥത്തിലും ആണ് യൗമുൽ ഖിയാമ എന്നതിന് പേര് വന്നിട്ടുള്ളത്. മൂന്നാമത്തൊരു വജ്ഹ്, അന്നഹു യുഖാമു ഫീഹി അൽ അദ്ൽ, നീതി നടപ്പാക്കപ്പെടുന്ന, നീതി സ്ഥാപിക്കപ്പെടുന്ന ദിനമാണ് യൗമുൽ ഖിയാമ. അല്ലാഹു തആല പറഞ്ഞല്ലോ, വനദഉൽ മവാസീനൽ ഖിസ്ത്, നീതിയുടെ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ് ലിയൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിനു വേണ്ടി. ഇപ്പം നീതി കൊണ്ടുവരപ്പെടുന്ന, നീതി അത് സ്ഥാപിക്കപ്പെടുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ എന്ന നിലക്കും അതിനെ യൗമുൽ ഖിയാമ എന്ന് പറയപ്പെടുന്നു.
നാലാമത്തെ കാര്യം സഹോദരങ്ങൾ, നാലാമത്തെ ഒരു ഫായിദ, ഇസ്ബാതു ശഫാഅ ലിഗൈരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ആളുകൾക്കും ഷഫാഅത്തുണ്ട് എന്നീ ഹദീസിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഹദീസിൽ അധികരിച്ച ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശകരാകാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് അന്ത്യദിനത്തിൽ ശുപാർശകരാകാൻ സാധിക്കും. കാരണം അത് പ്രത്യേകമായി അവർക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല ഷഫാഅത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ഷഫാഅത്ത് ഉള്ളത് എങ്കിൽ ഇങ്ങനെ പറയുന്നതിന് പ്രസക്തി ഇല്ലാതായി തീരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണെങ്കിൽ ശാപവാക്ക് വർദ്ധിപ്പിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവന് ഖിയാമത്ത് നാളിൽ ശുപാർശകനാകാൻ സാധിക്കുകയില്ല. അപ്പൊ ശാപവാക്ക് വർദ്ധിപ്പിക്കുന്നവർക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശകനാകുക എന്ന കാര്യത്തെ തൊട്ട് തടയപ്പെടും എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ആളുകൾക്കും സഹോദരങ്ങളെ ഖിയാമത്ത് നാളിൽ ശുപാർശയുണ്ട്. സിദ്ദീഖീങ്ങൾക്ക്, സാലിഹീങ്ങൾക്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ശുഹദാക്കളായ ആളുകൾക്കൊക്കെ, ഖുർആൻ പഠിച്ചവർക്ക് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൽ ശുപാർശ ചെയ്യാനുള്ള അല്ലാഹു തആല ശുപാർശ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. പക്ഷേ നമുക്കറിയാം, ശുപാർശ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് അവൻ ആദരിച്ചുകൊണ്ട് നൽകുന്ന ഒരു സ്ഥാനം മാത്രമാണ് ശുപാർശ എന്ന് പറയുന്നത്. അല്ലാഹു തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ശുപാർശ അവിടെ ലഭിക്കുകയുമുള്ളൂ. അപ്പോൾ പിന്നീട് എന്താണ് ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അല്ലാഹു നൽകുന്ന ഒരു കറാമത്താണ്, ഒരു ആദരവാണ്. പരലോകത്ത് ഇന്നാളെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താമെന്നുള്ളത് അല്ലാഹു നൽകുന്ന ഒരു ആദരവാണ്. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ സാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരുമായി കൂട്ടുകൂടിയിട്ടുണ്ട് എങ്കിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, പരലോകത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽപ്പെട്ട ഒന്നോ രണ്ടോ ആളുകളൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ദുനിയാവിൽ കൂടെ സാലിഹീങ്ങളായി കൂടെ ഇരുന്ന ചിലരെ പരലോകത്ത് വെച്ച് കാണാൻ സാധിക്കുന്നില്ല. അവരെക്കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ അവർ നരകത്തിലാണ്, അവർ നരകത്തിലെത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂട്ടുകാർക്ക് അനുവാദം നൽകുകയാണ്, നിങ്ങൾ ആ നരകത്തിലേക്ക് പോയിട്ട് ഈ ആളുകളെ ശുപാർശ ചെയ്ത് തിരിച്ചെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ അവർ നരകത്തിലേക്ക് പോയി ആ ആളുകളെ ശുപാർശ ചെയ്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹു നൽകുന്ന കറാമത്താണ്. പണ്ഡിതന്മാർ ആ ഹദീസിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്, നല്ല കൂട്ടുകാരുടെ കൂടെ കൂടുക എന്നുള്ളത് തന്നെ വലിയ ഖൈറുള്ള നന്മയുള്ള കാര്യമാണ്. നല്ല കൂട്ട് സഹോദരങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ദീനിന്റെ പേരിലല്ലാത്ത കൂട്ടുകൾ അത് ദുനിയാവിലും നമുക്ക് ദുരിതമാണ്. ഇനി ഒരുപക്ഷെ ദുനിയാവിന്റെ ബാഹ്യമായി സന്തോഷങ്ങൾ നൽകുന്ന നിമിഷങ്ങൾ ഉണ്ടെങ്കിലും ആഖിറത്തിൽ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവർക്കും ശഫാഅത്തുണ്ട് എന്ന് ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 പ്രത്യേകമായ ശഫാഅത്തുണ്ട്, അത് മറ്റാർക്കുമില്ല. അതിൽപ്പെട്ടതാണ് അശ്ശഫാഅത്തുൽ ഉൾമ. എന്താണ് അശ്ശഫാഅത്തുൽ ഉൾമ എന്ന് പറയുന്നത്? അഥവാ അമ്പിയാക്കളെല്ലാവരും, ജനങ്ങൾ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അല്ലാഹു ഹിസാബ് ആരംഭിക്കുന്നതിന് വേണ്ടി, വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടി അമ്പിയാക്കളെല്ലാവരും കൈയൊഴിയുന്ന ഒരു രംഗമുണ്ട്. ആളുകൾ ഓരോ നബിയുടെ അടുക്കലേക്കും പോകും. അമ്പിയാക്കൾ ഓരോ അമ്പിയാക്കളുടെ അടുക്കലേക്കും ജനങ്ങൾ ചെല്ലുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയെങ്കിലുമൊക്കെ വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവരും അവരുടെ ഉദ്ർ പറഞ്ഞ്, ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുകയാണ്. അവിടെയാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആളുകൾ എത്തുന്നത്. അവിടുന്ന് ആ ശുപാർശ അത് പറയാൻ വേണ്ടിയിട്ട് അത് സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് അതിനുവേണ്ടി ശുപാർശ നടത്തുകയും ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള അശ്ശഫാഅത്തുൽ ഉൾമയാണ്. അതാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത്, അസാ അയ്യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നിന്റെ റബ്ബ് നിനക്ക് മഖാമൻ മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനം നൽകി നിന്നെ എന്ത് ചെയ്യും? നിയോഗിച്ചേക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞത് അതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മറ്റൊരു ഷഫാഅത്താണ് അശ്ശഫാഅത്തു ഫി അഹ്ലിൽ ജന്ന അയ്യദ്ഖുലൂഹ. സ്വർഗ്ഗത്തിലെ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ അർഹത ആളുകൾക്ക് ലഭിച്ചാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടെ വന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുപാർശ പറയേണ്ടതുണ്ട്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ആദ്യമായി സ്വർഗ കവാടം തുറന്നു കൊടുക്കുകയുള്ളൂ. മറ്റൊരാൾക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഷഫാഅത്ത് ചെയ്യുന്നതിലൂടെയാണ് ജനങ്ങൾക്ക് സ്വർഗക്കാർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള മറ്റൊരു ഷഫാഅത്താണ് കാഫിറായ തന്റെ പിതൃവ്യൻ അബൂ താലിബിന് വേണ്ടിയുള്ള ഷഫാഅത്ത്. ഒരേയൊരു കാഫിറിന് മാത്രമാണ്, ഒരേയൊരു അവിശ്വാസിക്ക് മാത്രമാണ് പരലോകത്ത് വെച്ച് ശുപാർശ ലഭിക്കുന്നത്. ആ ശുപാർശ കൊണ്ട് നരകത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതിനു പകരം നരകത്തിന്റെ ആ പരപ്പിൽ ഏറ്റവും മുകളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ആ ഒരു കാര്യം മാത്രം ലഭിക്കും അബൂ താലിബിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ അടിത്തട്ടിലും ആകുമായിരുന്നു. ഞാനുള്ളത് കൊണ്ട് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണ്. പക്ഷെ ആ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് തന്നെ കിട്ടുന്ന കാര്യം എന്താണ്? വളരെ തിളച്ചിട്ടുള്ള, വളരെ ചുട്ടുപൊള്ളുന്ന പാദരക്ഷകൾ ധരിപ്പിക്കുകയും ആ തീയുടെ പ്രഹരം അത് തലച്ചോറിലെത്തുകയും അങ്ങനെ തലച്ചോർ തിളക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ആ വ്യക്തി ചിന്തിച്ചു പോകും, അവനാണ് നരകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളത്. അത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള ശഫാഅത്തുണ്ട്, ശരി. പക്ഷേ ഷഫാഅത്ത് അതല്ലാത്ത ആളുകൾക്ക് അതുമുണ്ട് എന്നാണ്. അതുപോലെ മറ്റൊരു ഫായിദയാണ് ഇസ്ബാത്തു ശുഹദാഇ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ സാക്ഷികളായിട്ടുണ്ട്, സാക്ഷികൾ വരുന്നതാണ്. അത് ഈ ഹദീസിൽ സ്ഥിരപ്പെടുന്നുണ്ട്. സാക്ഷികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കൂട്ടം ആളുകളെ കൊണ്ടുവരുന്നതാണ്. ഒന്ന് മലായിക്കത്തുകളാണ്. ആ മലായിക്കത്തുകൾ സഹോദരങ്ങളെ നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളാണ്. ആ മലായിക്കത്തുകൾ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും സാക്ഷികളാണ്. അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് ഹാജരാക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബിമാർ ശുഹദാക്കളാണ്. നബിമാർ സാക്ഷികളായി വരുന്നതാണ്. അവരുടെ സമൂഹത്തിന് മുകളിൽ ഈ ഹക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, ഈ സത്യം എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന കാര്യത്തിന് നബിമാർ ശുഹദാക്കളാണ്, നബിമാർ സാക്ഷികളാണ്. അതുപോലെ ഉലമാക്കളായ ദീൻ പഠിപ്പിക്കുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളായി കൊണ്ടുവരുമെന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഓരോ വ്യക്തിയുടെയും ശരീര അവയവങ്ങളും സാക്ഷികളായി ഉണ്ടാകും. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അന്നേ ദിവസം അവനെതിരെ സാക്ഷി പറയുന്നത് അവന്റെ നാവുകളാണ്, അവന്റെ കൈകളാണ്, അവന്റെ കാലുകളാണ്. അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ സാക്ഷികളായി പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു നിലക്കുള്ള ഒരു ശഫാഅത്തും അവർക്ക് ലഭിക്കുകയില്ല. അവർ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിക്ക് യോഗ്യരായി അത്തരക്കാരെ കാണുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഏതൊരു തിന്മക്ക് കാരണത്താൽ ഇന്നാൽ എന്ന കാര്യം നിഷേധിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് ആ തിന്മയിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടാത്ത നിലയിൽ മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അതല്ല, ഒരാൾ ഒരു കാലത്ത് നല്ല ശാപവാക്കുകളും തെറിവാക്കുകളൊക്കെ പറയുന്ന ആളുകളായിരുന്നു. പക്ഷെ പിന്നീട് അവൻ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിഞ്ഞുപോയ എല്ലാ ദുർനടപ്പും ദുസ്വഭാവങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും അവനൊരു പാപവുമില്ലാത്ത രൂപത്തിൽ നാളെ റബ്ബിനെ കണ്ടുമുട്ടുകയും ഈ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കപ്പെടാത്ത രൂപത്തിൽ അവൻ ശുപാർശകനായും സാക്ഷിയായും അവിടെ അല്ലാഹു തആല ആദരിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഏത് തിന്മക്കും, അത് തിന്മ ചെയ്താൽ ഇന്ന നിഷേധിക്കപ്പെടും, ആ തിന്മ ചെയ്താൽ ഇന്ന കാര്യങ്ങളായിരിക്കും അവനുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാപമില്ലാത്ത രൂപത്തിൽ അല്ലാഹു തആല നാളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മൂന്നാം അടുത്ത ഹദീസ്, വഅൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലഹു അഖ്റജഹു തിർമിദി വഹസനഹു വസനദുഹു മുൻഖതി'.
ദുർബലമായ ഒരു ഹദീസാണിത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സനദുഹു മുൻഖത്തി. നമുക്കറിയാം, ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുന്നതാണ് മുൻഖത്തി എന്ന് പറയുന്നത് മിൻ അൻവാഇ ദഈഫ്, ദഈഫിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്, ദുർബലമായ ഇനങ്ങളിൽപ്പെട്ടതാണ് സനദ് മുറിഞ്ഞുപോയ കണ്ണി ഒത്തതല്ലാത്ത സനദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹദീസിൽ പറയുന്ന കാര്യം അത് ശരിയാകാനും ശരിയാകാതിരിക്കാനും സാധ്യതയുള്ള കാര്യമാണ്. മൻ അയ്യറ അഹാഹു ബിദംബിൻ, ആരെങ്കിലും തന്റെ സഹോദരനെ ഒരു തിന്മയുടെ പേരിൽ ആക്ഷേപിക്കുകയാണെങ്കിൽ, കുറവാക്കുകയാണ് എങ്കിൽ ലം യമുത് ഹത്താ യഅമലഹു, ആ തിന്മ തന്നെ, അതേ തിന്മ തന്നെ, തത്തുല്യമായ ആ തിന്മ തന്നെ സഹോദരങ്ങളെ പ്രസ്തുത തെറ്റ് ചെയ്യാതെ അയാൾ മരിച്ചു പോകുകയില്ല എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ ഇത് ആളുകൾ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അഥവാ ഒരു തിന്മയെ കൊണ്ട് ഒരാൾ ആക്ഷേപിച്ചാൽ, ആ തിന്മ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു തിന്മ ചെയ്യുന്ന ആളാണ്, അതിന് പേര് അവനെ കളിയാക്കുകയാണ്, അവനെ ഉപദേശിക്കുകയോ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയല്ല, ആ തിന്മയുടെ പേരിൽ അവനെ കളിയാക്കി. അതല്ലെങ്കിൽ അവന്റെ ശരീരഘടനയുടെ പേരിൽ അവനെ കളിയാക്കി, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കുറവ് കാരണത്താൽ അവനെ കളിയാക്കി. ഈ രൂപത്തിൽ ഒരാൾ കളിയാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവനും സമാനമായ ഒരു തിന്മ അല്ലെങ്കിൽ സമാനമായ ഒരു കുറവ് അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. വല്ലാഹു ആലം. ഈ ഹദീസിന്റെ സനദ് ദുർബലമായതിനാൽ അത് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ എന്തു തന്നെയായാലും ഇതിലുള്ള ആശയം സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സഹോദരങ്ങളെ അവന്റെ തിന്മയുടെ പേരിലാകട്ടെ, അവന്റെ ദുസ്വഭാവത്തിന്റെ പേരിലാകട്ടെ, അവനിലുള്ള എന്തെങ്കിലും കുറവുകളുടെ പേരിലാകട്ടെ കളിയാക്കുക, പരിഹസിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ, വൈലുല്ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ, കുത്തുവാക്ക് പറയുന്ന ആക്ഷേപിക്കുന്ന ആളുകൾക്ക് വൈലാണ്, നരകമാണുള്ളത്, നാശമാണുള്ളത് എന്ന് അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുള്ളതാണ്. അതുപോലെ മുഅ്മിനീങ്ങളെ അവരെ ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് നാളെ റബ്ബിന്റെ അടുക്കൽ കടുത്ത ശിക്ഷയുണ്ടാകും. ഇതൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രസ്തുത തെറ്റ് ചെയ്തിട്ടേ അവൻ മരണപ്പെടുകയുള്ളൂ അല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അല്ലാഹു അലം. ഹദീസിന്റെ സനദ് ദുർബലമാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഈ അധ്യായം ബാബു അത്തർഹീബ് മിൻ മസാവിൽ അഖ്ലാഖിൽ 2-3 ഹദീസുകൾ കൂടിയുണ്ട്, നമുക്കത് വായിക്കാവുന്നതാണ്. വഅൻ ബഹ്സ് ബിൻ ഹകീം അൻ അബീഹി അൻ ജദ്ദിഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹ്സ് ബിൻ ഹകീം എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്ന സനദിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു സുമ്മ വൈലുൽ ലഹു അഖ്റജഹു സലാസ വഇസ്നാദുഹു ഖവിയ്യുൻ. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം. ഒരാൾ അവൻ എന്ത് ചെയ്യുകയാണ്? ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കളവ് പറയുകയാണ്. ജനങ്ങളൊന്ന് ചിരിപ്പിക്കണം, അതിനുവേണ്ടി ഇല്ലാത്ത കാര്യം അഥവാ യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യം കെട്ടിയുണ്ടാക്കി കളവ് പറയുകയാണ്. അങ്ങനെ കളവ് പറയുന്നവന് വൈലാണുള്ളത്. വൈൽ എന്നുള്ള വാക്ക് അത് നാശം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈൽ എന്നുള്ളത് സഹോദരങ്ങളെ നരകത്തിലെ ഒരു താഴ്വരയാണ് എന്നും കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും ഈ പറയുന്ന കാര്യം വളരെ തെറ്റായ വൻപാപമായ കാര്യമാണ്. എന്ത്? തമാശക്ക് വേണ്ടിയിട്ട് ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കളവ് പറയുക എന്നുള്ളത്, ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്. വൈലുൻ എന്ന് പറഞ്ഞ് ആരംഭിച്ചുകൊണ്ടാണ് ഈ ഹദീസിലുള്ളത്. പിന്നീട് വൈലുൻ ലഹു സുമ്മ വൈലുൻ ലഹു, അങ്ങനെ മൊത്തത്തിൽ 3 പ്രാവശ്യം അവന് നാശമുണ്ട് എന്ന് തന്നെ ഈ ഹദീസിൽ പറയുകയാണ്. അതുകൊണ്ട് കളവ് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമേ അല്ല. അത് ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. കാരണം ഇന്ന് കാലത്ത് അത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ കോമഡി പറയുക, എന്നിട്ട് ആളുകളൊക്കെ ചിരിക്കുക. ഇല്ലാത്ത സംഭവമായിരിക്കും, ഞാൻ ഇന്നലെ അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇല്ലാത്ത കളവ് പറയുക. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. അത് നേരിട്ടിരുന്ന് കണ്ടു ചിരിക്കും, അതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇരുന്ന് കണ്ടു ചിരിക്കും. സഹോദരങ്ങൾ, നമ്മൾ അങ്ങനത്തത് കാണരുത്. കാരണം കളവാണ് ഒന്നാമത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവന് നാശമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മളത് കാണുക? നമ്മൾ അങ്ങനെയാണ് അത് വീക്ഷിക്കുക അത്തരമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവന് നാശമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ അന്നഹു ദലീലുൻ അലാ അന്നൽ കദിബ ലിഇദ്ഹാഖിൽ ഖൗമി മുഹറമുൻ ബൽ മിൻ കബായിരിദ് ദുനൂബ്. ഈ ഹദീസിൽ തെളിവുണ്ട്, ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്
കള്ളം പറഞ്ഞ് തമാശകൾ പറയുന്നത് നിഷിദ്ധമാണ്, അല്ല അത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. എന്തുകൊണ്ടാണ് വൻപാപത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞത്? കാരണം അവന് വൈലുണ്ട്, അവൻ നരകത്തിൽ താഴ്വരയുണ്ട്, അല്ലെങ്കിൽ നാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നുണ്ട്, ഇനി ചിലർ എന്ത് ചെയ്യില്ല, അവൻ സ്വന്തമായിട്ട് കളവ് പറയില്ല, പക്ഷെ ആളുകൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച ചില കാര്യമായിരിക്കാം, അത് സംഭവിച്ചതാണോ അല്ലേ എന്നറിയില്ല, ജനങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ച ചില കാര്യമായിരിക്കാം, അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഹദീസിൽ പെടുമെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ ജനങ്ങൾ പൊതുവെ അങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാവും, അത് അങ്ങനെ പണ്ട് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ ചിലപ്പോൾ അത് ഒരു തമാശക്ക് വേണ്ടി ഉദ്ധരിക്കും, അത് ഇതിൽ പറയാൻ സാധിക്കുകയില്ല. കാരണം അവന് അവിടെ ഒരു കളവ് ഉണ്ടാക്കുന്നില്ല, പൊതുവെ ജനങ്ങൾ പറഞ്ഞു വന്നൊരു കാര്യം അവൻ ഉദ്ധരിച്ചു എന്ന് മാത്രം, അത് ഇതിൽ പെടുത്താൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് മറ്റൊരു ഫായിദ പറയുന്നു, അന്നമാ യഖഉ ഫി തംസീലിയാത്ത് മിൻ ദിക്രി അശ്യാഇൻ ലാ ഹഖീഖത ലഹാ വതൻസിബു ഇലാ ശഖ്സിൻ ഫഇൻ ഹാദാ ദാഖിലുൻ ഫിൽ ഹദീസ്. നമ്മൾ കോമഡി സ്കിറ്റുകളും അതുപോലെ നാടകങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള തമാശകൾ ആളുകൾ നിർമ്മിച്ചിട്ട് അങ്ങനെ ഇല്ലാത്ത പേരിൽ വെച്ചുണ്ടാക്കാറുണ്ട്, അതൊക്കെ ഈ ഹദീസിൽ പെടുമെന്നാണ്. അങ്ങനെ കോമഡി സ്കിറ്റുകൾ അല്ലെ, സ്റ്റാൻഡപ്പ് കോമഡി ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റേജ് കെട്ടി പരിപാടി വെക്കുന്ന ആളുകൾ ഉണ്ടാകും, ഇതൊക്കെ ഈ ഹദീസിന്റെ പരിധിയിലാണ് വിടുക. വളരെ വൻപാപമാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. 3 തിക്റാറുൽ കലാം ലിത്തൗക്കീദ് ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൽ ലഹു സുമ്മ വൈലുൽ ലഹു. ഒരു കാര്യം നമ്മൾ ഊട്ടിയുറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ആ വാക്ക് ആവർത്തിച്ച് പറയുക, അത് അറബി ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. 3 പ്രാവശ്യം വൈലുൽ ലഹു എന്ന് വരുന്നുണ്ട്, അത് തൗക്കീദുൻ ലഫ്ളി എന്ന് പറയും. ഒരു കാര്യം ഊട്ടിയുറപ്പിച്ച് പറയാൻ അതേ വാക്കുകൊണ്ട് ഒന്നുകൂടി പറയുക എന്നുള്ളതാണ്. ഇനി കെദിബിനെ കുറിച്ച്, കളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, വൽ കെദിബു മിൻഹു മാ ഹുവ ഖൈറുൻ വ മിൻഹ മാ ഹുവ ശർറുൻ. ഇനി ചില കളവുകൾ, ചില സമയത്ത് ചില ഹൈറുള്ള ചില കളവുകളുണ്ട്, അതിൽ ഷർറുള്ളതുമുണ്ട്. എന്തൊക്കെയാണ് ഹൈറുള്ള കളവ്? 3 സമയത്ത് ഒരു കളവ് വേണമെങ്കിൽ അത് ഹൈറായി മാറുമെന്നാണ്. അതിലൊന്ന്, 2 ആളുകൾ തെറ്റി നിൽക്കുന്ന 2 ആളുകളെ അവരെ നന്നാക്കാൻ വേണ്ടി, നേരെയാക്കാൻ വേണ്ടി, ഒരു സുൽഹിന് വേണ്ടിയിട്ട് 2 ആളുകളുടെയും അടുക്കൽ പോയി ആ ഒരു ഉദ്ദേശത്തിൽ കളവ് പറയുകയാണ് എങ്കിൽ അത് ഹൈറാണ് എന്നാണ് പറയുന്നത്. 2 ആൾ തെറ്റി നിൽക്കുകയാണ്, പല സംശയങ്ങളും ചിലപ്പോൾ ഉള്ളതൊക്കെ ആയിരിക്കാം, പക്ഷെ അവർ നന്നാകുന്നതിന് വേണ്ടിയിട്ട് ഒരാളോടും മറ്റൊരാൾ പറയാണ്, നീ പറഞ്ഞതുപോലെ ഒന്നും അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ ഇങ്ങനെ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ അയാൾ നിന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ആ രൂപത്തിലൊക്കെ ഒരാളോട് പോയി പറയുക. മറ്റേയാളോടും പറയുക, അയാൾ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നീട് അയാൾക്ക് ഖേദം ഉണ്ടായിട്ടുണ്ട്, അയാൾ നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നൊക്കെ രൂപത്തിൽ നമ്മൾ സംസാരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് 2 വിഭാഗത്തെ യോജിപ്പിക്കുന്നത്, 2 ആളുകളെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഹൈറുള്ളതാണ്, അതിൽ തെറ്റില്ല എന്നാണ്, അതിനെ കളവ് തന്നെ പറയാൻ സാധിക്കുകയില്ല എന്നാണ്. അതേപോലെ തന്നെ യുദ്ധരംഗത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് ദുർബലതയാണ് എങ്കിലും നമ്മുടെ അടുത്ത് ശക്തിയുണ്ട്, കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ ഇല്ലാത്തത് പറയാം, നമ്മുടെ അടുത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുക എന്നുള്ളതും ഹൈറിൽപ്പെട്ടതാണ്, ആ കളവും തെറ്റല്ല എന്ന് ഹദീസുകളിൽ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വല്ല പ്രശ്നവും ഉണ്ട് എങ്കിൽ ഭാര്യയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, അവളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവൾ പിന്നീട് അത് കളവാണെന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സമയത്തും അത് പറയൽ അനുവദനീയമാണ്. ഇങ്ങനെ 3 സന്ദർഭത്തിൽ അനുവദനീയമാണ് എന്നാണ്. അതല്ലാത്ത കളവുകളെല്ലാം തിന്മകൾ തന്നെയാണ്. എന്നാൽ ചില കളവ് അത് ഗൗരവമുള്ള കളവാണ്. എപ്പോഴാണ് അത് ഗൗരവമുള്ള കളവാകുന്നത്? കളവ് പറയുക എന്നുള്ള തിന്മയോടൊപ്പം അതിലൂടെ ഹറാമായ നിഷിദ്ധമായ സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ള കാര്യം കൂടി അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കളവാണ്. അത് കളവ് കച്ചവടത്തിലും മറ്റുമൊക്കെയാണ് അത് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അയാൾ പറയും, ഇത് അങ്ങനത്തെ ക്വാളിറ്റി സാധനമാണ്, ഇത് അങ്ങനത്തെ ഇതാണ്, ഇത് ഒറിജിനലാണ് എന്ന് പറയും, ഇത് പുതിയതാണ്, ഇതിപ്പോൾ കൊണ്ടുവന്നതാണ്, ഈ രൂപത്തിലൊക്കെ പറയും. അതൊന്ന് കളവാണ്. രണ്ടാമത്തേത്, അതിലൂടെ സമ്പാദിക്കുന്നത് അവൻ ഹറാമായ നിഷിദ്ധമായ സമ്പാദ്യം, കളവിലൂടെ അവനും അങ്ങനെ നിഷിദ്ധമായ സമ്പാദ്യം കൂടി ഉണ്ടാക്കുന്നതെങ്കിൽ, അഥവാ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്തിട്ട് ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കും അല്ലെ. വളരെ ഡ്യൂപ്ലിക്കേറ്റായ ഒരു നിലവാരമില്ലാത്ത, ചിലപ്പോൾ 1-2 മാസം കൊണ്ട് അതില്ലാതായി പോകുന്ന സാധനമൊക്കെ ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ വഞ്ചിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നതുകൊണ്ട് ചിത്രം കാണിച്ചിട്ടൊക്കെയാണ് ആളുകൾ വിൽക്കുക. അപ്പോൾ ചിത്രം കാണിക്കുമ്പോൾ ഒറിജിനലായിട്ടൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ സാധുക്കളായ ആളുകൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങും. പക്ഷെ ഇവൻ അയച്ചു കൊടുക്കുക എന്തായിരിക്കും? അത് ചിലപ്പോൾ നിലവാരം കുറഞ്ഞ, വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ, നിഷിദ്ധമായ സാധനങ്ങൾ, അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൊടുക്കും സഹോദരങ്ങൾ. അത് ഹറാമായ മാർഗത്തിൽ അവൻ ഭക്ഷണം കഴിക്കലാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ കളവ് ഗൗരവമുള്ളതാകുകയാണ്. അതിലൂടെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു നിഷിദ്ധമായ ധനസമ്പാദനം കൂടി അതിലുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം അത് കൂടുന്നതാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഹദീസ്, അൻ അനസ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ
അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാറത്തു മൻ ഇഗ്തബ്തഹു അൻ തസ്തഗ്ഫിറ ലഹു റവാഹുൽ ഹാരിസ് ഇബ്നു അബി ഉസാമ ബി സനദിൻ ദഈഫ്. ഈ ഹദീസിന്റെ സനദിലും ദുർബലത ഉണ്ട്. എന്നാൽ ഈ ഹദീസിൽ പറയുന്ന കാര്യം എന്താണ്? കഫാറത്തു മൻ ഇഗ്തബ്തഹു, നീ ആരെങ്കിലും ഒരാളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ അസാന്നിധ്യത്തിൽ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അൻ തസ്തഗ്ഫിറ ലഹു, അവന് വേണ്ടി നീ പാപമോചനം തേടുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടി? നീ ആരെയാണോ ഗീബത്ത് പറഞ്ഞത് അയാൾക്ക് വേണ്ടി നീ പാപമോചനം തേടുക എന്നുള്ളതാണ്. അതിന്റെ സനദ് ദഈഫാണ്. അതുപോലെ തന്നെ അതിന്റെ മഅന, അർത്ഥം, അതിനൊരു തഫ്സീലുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവരുടെ നേർക്കുനേരെ ഇങ്ങനെ മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല, അതിനൊരു വിശദീകരണം ആവശ്യമുണ്ട്. വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ കുറിച്ചൊരു ഗീബത്ത് പറഞ്ഞിട്ട് അയാൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് മാത്രം മതിയാവുകയില്ല. അയാൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ അയാളുടെ അടുക്കൽ പോയി നമ്മൾ അയാളോട് എന്ത് ചെയ്യണം? പൊരുത്തം മേടിക്കേണ്ടതുണ്ട്, അയാൾ പറയേണ്ടതുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളെനിക്ക് പൊരുത്തം തരണം, എൻ്റെ അടുത്ത് തെറ്റുപറ്റിയതാണ്, അബദ്ധം പറ്റിയതാണ് എന്ന നിലക്ക് തന്നെ പോയി പറയേണ്ടതുണ്ട്. ഇനി രണ്ടാമത് സഹോദരങ്ങളെ, അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അയാളത് അറിഞ്ഞിട്ടില്ല എങ്കിൽ, അതിനുള്ളൊരു സാഹചര്യം ഇല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇസ്തിഗ്ഫാർ ചെയ്യുക, ഈ പറയുന്ന പോലെ ചെയ്യുക. കാരണം അയാളോട് പറഞ്ഞാൽ, അയാൾ ഇനി അറിയാത്ത നമ്മൾ പോയി ഇതിനെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ മനസ്സിൻ്റെ അകത്തൊരു വെറുപ്പ് പുതുതായി ഉണ്ടാകാനാണ് സാധ്യത. അതിന് നമ്മൾ ഇടം കൊടുക്കേണ്ടതില്ല. മറിച്ച് അയാൾക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ തേടുക, അയാൾക്ക് വേണ്ടി പാപമോചനം തേടുക എന്നുള്ളതാണ്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അയാളെ നീ മോശമാക്കി പറഞ്ഞു, അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? അയാള് അതിന് പകരമായിട്ട് ഏതൊരു മജ്ലിസിലാണോ നീ അയാളെ മോശമാക്കി പറഞ്ഞത് ആ മജ്ലിസിൽ അയാളെ കുറിച്ച് നന്മകൾ പറയുക, അയാളിലുള്ള നന്മകൾ നീ പറയുക. അയാൾക്ക് ഇന്ന നന്മകളുണ്ട്, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾ ആ രൂപത്തിൽ ഖൈറുകൾ ചെയ്യുന്നവരാണ് എന്ന് അയാളെ കുറിച്ച് നന്മകൾ പറയുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 രൂപത്തിൽ അത് ശ്രദ്ധിക്കുക. ഈ അധ്യായത്തിൽ വരുന്ന അവസാനത്തെ ഹദീസാണ് അടുത്തത്. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഗളുർ റിജാലി ഇലല്ലാഹ്, ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ ആരാണെന്ന് വെച്ചാൽ അൽ അലദ്ദുൽ ഖസിം, അഥവാ പിടിവാശിയോടുകൂടി തർക്കിക്കുന്നവനാണ് എന്നാണ്, ദുർവാശിക്കാരനാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങള്, അനാവശ്യമായ ന്യായമില്ലാതെ തർക്കിക്കുക എന്ന് പറയുന്നത് വളരെയധികം ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. എത്രത്തോളം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സ്വഹീഹ ഹദീസാണിത്, എത്രത്തോളം അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും വെറുപ്പ് അവരോടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തർക്കം എന്ന് പറയുന്ന ദുർഗുണം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് ബാത്തിലിന് വേണ്ടിയാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ അടുത്തൊരു ഹക്കുമില്ല, നമ്മൾ പറയുന്നതിന് ഒരു ന്യായമില്ല. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാദഗതികളൊക്കെ നിരത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് യുക്തിയൊക്കെ ഉപയോഗിച്ച് തർക്കിച്ച് എൻ്റെ ഭാഗത്താണ് ശരി, ചിലപ്പോൾ വിദൂര സാധ്യത മാത്രമുള്ള കാര്യങ്ങൾ വരെ അത് ശരിയാണെന്ന് രൂപത്തിൽ ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ച് സ്വന്തം വാക്കിനെ, ഞാൻ പറഞ്ഞു പോയ കാര്യത്തിനെ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തർക്കിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് മോശപ്പെട്ട സ്വഭാവമാണ്. അല്ല, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്വഭാവങ്ങളിൽപ്പെട്ട, അള്ളാഹുവിന്റെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇവർ ഉൾപ്പെടുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അനാവശ്യമായ തർക്കങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ സഹോദരങ്ങളെ, ന്യായമായ ഹക്കിന് വേണ്ടി അത് നമുക്ക് തർക്കിക്കാവുന്നതാണ്. ഹക്കിന് വേണ്ടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ പിൻബലത്തിൽ, അതുപോലെ തന്നെ സാക്ഷികളുടെ പിൻബലത്തിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. ആ രൂപത്തിലുള്ള തർക്കം അത് അനുവദനീയമാണ്. അതല്ലാതെ ബാത്തുലിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ, അത് പാടില്ലാത്ത കാര്യമാണ്. തർക്കം നമ്മൾ പരമാവധി ഉപേക്ഷിക്കേണ്ട, ദീനിൽ നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, ന്യായം നിന്റെ ഭാഗത്താണെങ്കിലും നീ തർക്കം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നിനക്ക് സ്വർഗത്തിലൊരു സ്ഥാനം നൽകാം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിലുള്ള ഫായിദ ഇസ്ബാതുൽ ബുഗ്ലി ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സഹോദരങ്ങളെ ബുഗ്ൽ എന്ന് പറയുന്ന വെറുപ്പ് അല്ലെങ്കിൽ കോപം എന്ന് പറയുന്ന ഒരു സിഫത്ത്, ഗുണം അതുണ്ട് എന്നുള്ളതാണ്. അത് അല്ലാഹു തആലക്ക് യോജിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്നാണ്. കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫഅലൂൻ. മഖ്ത് എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ കോപമാണ്, അത് അല്ലാഹു തആലക്ക് ഉണ്ട് എന്നുള്ളത്
ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത് അള്ളാഹു താലക്ക് വെറുപ്പുള്ള, അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ് എന്ന് ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള കാര്യം. അപ്പം അള്ളാഹുവിന് വെറുപ്പുണ്ട്, കോപമുണ്ട് എന്ന് പറഞ്ഞാൽ അവന് യോജിക്കുന്ന രൂപത്തിൽ അതുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഫായിദ അന്നൽ അഅമാല സയ്യിഅ തതഫാവതു ഫിൽ ഖുബ്ഹ്. മോശപ്പെട്ട അമലുകൾ അത് വ്യത്യസ്ത പദവികളിലായിരിക്കും ഉണ്ടാവുക. വളരെ മോശപ്പെട്ടത് അങ്ങനെയുണ്ട്. അതുകൊണ്ട് അബ്ഗലുൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അബ്ഗലു എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബ്ഗലു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെറുപ്പുള്ള, അബ്ഗലുർ റിജാൽ, അപ്പം അതിനേക്കാളും വെറുപ്പുള്ള ആളുകൾ ഉണ്ടാകും, അതിനേക്കാളും കുറഞ്ഞ വെറുപ്പുകൾ ആളുകൾ ഉണ്ടാകും. മോശപ്പെട്ട അമലുകൾ അതിനനുസരിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വളരെ മോശപ്പെട്ടത്, അതിൽ കുറഞ്ഞത്, ആ രൂപത്തിൽ മോശപ്പെട്ടത് വ്യത്യസ്ത രൂപത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, സത്യത്തിനു വേണ്ടി, നമ്മളത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ വാദഗതികൾ നിരത്തുക എന്നുള്ളത് അതല്ല, മറിച്ച് അതല്ലാത്ത രൂപത്തിലുള്ള എല്ലാ വിതർക്കങ്ങളും അത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതോടുകൂടി സഹോദരങ്ങൾ, ഈ ഒരു അധ്യായം അഥവാ നമ്മൾ നേരത്തെ പറയുന്ന ഈ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്ന ഈ അധ്യായം അത് അവസാനിക്കുകയാണ്. അതിനുശേഷം അടുത്തതായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് ബാബു തർഗീബി ഫി മക്കാരിമിൽ അഖ്ലാഖ്. നല്ല സൽസ്വഭാവങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് പ്രേരണയാകുന്ന ഹദീസുകളാണ് അത് അടുത്ത അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.